ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമേ പറയട്ടെ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നല്ലൊരു വർഷമാവട്ടെ ഈ വർഷമെന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് ഹെൽത്ത് പ്രശ്നങ്ങളായിരുന്നു. കണ്ണിൻ്റെ നേരത്തെ കഴിഞ്ഞ വർഷം കണ്ടവർക്കറിയാം, കണ്ണിന് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ കണ്ണിന് സ്ട്രെയിൻ കൂടുതലാണ്, കമ്പ്യൂട്ടർ നോക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജോലി വേണ്ടെന്ന് വെച്ചേക്കുവാണ്. അപ്പോൾ എന്താ പറയണേ, ഈ കമ്പ്യൂട്ടർ നോക്കലും പിന്നെ നമ്മൾ യൂട്യൂബ് വിട്ടിട്ടുള്ളൊരു കളി നമുക്കില്ല. അപ്പോൾ എന്തായാലും യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യും. ജോലി വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ മക്കളെ വെച്ചിട്ട് പോകാനും ഒക്കെ മൊത്തത്തിൽ പാടായിരുന്നു. നമ്മുടെ ഒരു കുഞ്ഞേച്ചിയായിരുന്നു മക്കളെ നോക്കിക്കൊണ്ടിരുന്നത്. കുഞ്ഞേച്ചി പെട്ടെന്നൊന്ന് വീഴുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേഷനൊക്കെ വന്നു, കാലിൻ്റെ മുട്ട് പൊട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മക്കളെ നോക്കാനും ആരുമില്ല. പിന്നെ എൻ്റെ ഈ കണ്ണിൻ്റെ പ്രശ്നം കൂടെ ആയപ്പോൾ നമ്മൾ ജോലി വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോളേ നമ്മുടെ ഫാമിലി മെമ്പറായിട്ടുള്ള അശ്വതി എന്നാണ് എൻ്റെ മനസ്സിൽ കിടക്കണേ. അശ്വതി ഒരു റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ ഇടാനായിട്ട് തലേന്ന് മറന്നു പോണ ദിവസങ്ങളിൽ രാത്രിയിൽ ഇങ്ങനെ ചെയ്താൽ മതി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നാണ് കേട്ടോ. അശ്വതി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് കറക്റ്റ് നെയിം പറയാം കേട്ടോ. ഇന്ന് കഴിഞ്ഞ ദിവസം ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഓർമ്മയിൽ വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. അശ്വതിക്കുട്ടി പേര് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിച്ചേക്കാം, അടുത്ത വീഡിയോയ്ക്ക് അത് കറക്റ്റായിട്ട് പറയാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യണ സമയത്ത് ചെറുതായിട്ടൊന്ന് മഴ പെയ്യുന്നുണ്ട്. പിന്നെ നെറ്റും ഇല്ലായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നോക്കിയിട്ട് കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് പറയാമായിരുന്നു. അങ്ങനെ പറ്റിയതാണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾ തലേന്ന് രാത്രിയിൽ അരിയും തേങ്ങയും അതുപോലെ തന്നെ ഈസ്റ്റും പഞ്ചസാരയും ഇട്ടിട്ട് കുതിർത്താനായിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അത് അരച്ചിട്ട് അന്നേരം തന്നെ ചൂടാമെന്നാണ് പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചേക്കണതാണ്. പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ ഒരു ഇത്തിരി ചോറും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പത്തിന് ചേർക്കണ എല്ലാം ഇട്ടിട്ട് പിറ്റേന്ന് അരയ്ക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഉപ്പും ഇട്ടു എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല, ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തന്നേക്കണം കേട്ടോ അശ്വതി, നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്യണതാണ്. ഇങ്ങനെയൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കാറില്ല. ഇൻസ്റ്റൻറ്റ് റെസിപ്പികൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇവിടെ പ്രത്യേകിച്ച് പറയാൻ കൂടെ വേണ്ട, ഇവിടെ ഇച്ചിരി തനി നാടൻ ഇതാണ്, പഴയ രീതികളൊക്കെയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പിയൊന്നും ഇഷ്ടമാവുമെന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്യും. എനിക്കിങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ബിനുവേട്ടനാണ് ഇച്ചിരി കഴിക്കില്ലാത്ത ബിനുവേട്ടൻ. പിന്നെ ചോറുണ്ടോളും കഴിക്കുകയാണെങ്കിൽ പോലും. അപ്പോൾ ഇന്ന് കടലക്കറിയും അതുപോലെ തന്നെ ഈ ഒരു അപ്പവുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചപ്പോൾ ഒരു ഇത്തിരി വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയമില്ലായില്ല. ഞാൻ ഒഴിച്ചപ്പം ആ സംഭവം എന്താ പറയണേ, ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ അപ്പത്തിൻ്റെ ആ ഒരു രീതി വന്നില്ല കേട്ടോ. ശരിക്കും പറയാം, ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചപ്പോൾ ഞാൻ ഓർത്തു ആദ്യമായിട്ട് ഒഴിക്കണേൻ്റെ ആവാം എന്ന് ഓർത്തു കേട്ടോ. ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ ദോശക്കല്ല് കറക്റ്റ് അങ്ങ് ചൂടായി വരാത്തതുകൊണ്ടാവാം എന്നൊക്കെ ഇങ്ങനെ ഓർത്തു. പക്ഷേ അതല്ല, രണ്ടാമത് ഒഴിച്ചപ്പോൾ ഇതേ സെയിം അവസ്ഥയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അപ്പച്ചട്ടിക്ക് അതൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഈ പരന്നിരിക്കുന്ന പാത്രത്തിൽ ചുടുമ്പം അറിയാലോ, അതിൻ്റെ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് അപ്പച്ചട്ടി അത്യാവശ്യമായിട്ട് വാങ്ങണം, എന്നിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കണം. എന്തായാലും ടേസ്റ്റിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കാരണം നമ്മൾ ഈ തേങ്ങയൊക്കെ ചേർത്തേക്കണതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാനിതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മോളായിരിക്കാം എന്ന് വിചാരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ അനിയത്തിക്കുട്ടി. ഇവിടെ അച്ചുകൂടും തേനോട്ടും ഭയങ്കര തകർക്കലാണ് എൻ്റെ ഒച്ച കേൾക്കണത്. ഒന്നാമത് ഈ കറണ്ട് ഇല്ലാത്തപ്പം രണ്ടും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ കാണിച്ചു വിടും, പൊളിച്ചെടുക്കുമെന്ന് പറഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ തന്നെ രണ്ടാമത് വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് വന്നത് കേട്ടോ. അപ്പത്തിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഇത് കിട്ടിയില്ല. ചിലപ്പോൾ ഇങ്ങനെയാണോന്ന് അറിയത്തില്ല ഈ അപ്പം ഇരിക്കണത്. ഇതെനിക്ക് തോന്നുന്നു ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കടല വറുത്തരച്ച കറിയുടെ കൂടെ, വറുത്തരച്ച കടലക്കറിയില്ലേ, അതിൻ്റെ കൂടെയാണെങ്കിലും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു പത്തിരിയുടെ ഒക്കെ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നി. പത്തിരിയുടെ എന്തോ അങ്ങനെ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ഇത് അറിയാവുന്നവർ ഒന്ന് ക്ഷമിച്ചേക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അറിയില്ലാത്തവർ എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കടലക്കറി അവിടെ ആവുന്നുണ്ട്. കടല പിന്നെ നമ്മൾ എന്നും ഷെയർ ചെയ്യണതാണല്ലോ നോക്കുന്നത്, ഞാൻ പിന്നെ അതങ്ങ് ഷെയർ ചെയ്തൊന്നുമില്ല കേട്ടോ. കടല വേവണുണ്ട് അവിടെ ഇരുന്ന്. പിന്നെ ജസീല സമദിൻ്റെ മോന് പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ പൊന്നൂസേ. അപ്പോൾ അതേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതാ നമ്മുടെ കടലക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം മീൻ കറി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുതുവർഷമായിട്ട് എല്ലാവരും ഓരോരോ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനും എൻ്റെ മനസ്സിലും കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കണവർക്ക് എന്താ പറയണേ, നടക്കണം എന്ന് തന്നെ മനസ്സ് വിചാരിച്ച് തന്നെ മുമ്പോട്ട് പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ ഇറങ്ങിയതാണ്. നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ബിനുവേട്ടൻ്റെ ഒരു, ഞാൻ പറഞ്ഞാന്ന് കഴിഞ്ഞ വീഡിയോയ്ക്കകത്തെന്ന് എനിക്ക് തോന്നുന്നു, ഒരാൾക്ക് വിഷം തൊട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്ത് ചെടിച്ചട്ടികൾ വെക്കേണ്ടത്, പിള്ളേർ എപ്പോഴും നടക്കണമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വേനൽക്കാലം ആകുമ്പം ഈ ഇഴജന്തുക്കൾ ഇറങ്ങി വരും. അപ്പോൾ ഈ ചട്ടിയുടെ അടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ കുറേ ചെടികൾ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നനയ്ക്കാണ്ടൊക്കെ പറ്റാണ്ട് വന്നിട്ടേ. അപ്പോൾ അങ്ങനെ കുറേ ചെടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കളയാൻ തോന്നിയല്ലോ. അപ്പോൾ ചെടിച്ചട്ടിക്കകത്ത് ഒരു ചട്ടിക്കകത്ത് തന്നെ ഒരു 3-4 ഷെയ്ഡ് ഒന്നിച്ചങ്ങ് നട്ടു. അപ്പോൾ ഒരു 4-5 ചട്ടിക്കകത്ത് അങ്ങ് ആക്കി മൊത്തം ഷെയ്ഡുകൾ. അപ്പോൾ ബാക്കിയുള്ള അങ്ങനെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. മുറ്റത്തുനിന്നുള്ള ചട്ടികളൊക്കെ ഒന്ന് മാറ്റി കളയൊക്കെ ഒന്ന് പറിച്ച് നന്നായിട്ട് നീറ്റാക്കണം കേട്ടോ. ഇപ്പം ജോലിക്ക് പോകുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കങ്ങ് എത്തിയല്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വേണം. നമ്മൾ അത്യാവശ്യം വീട്ടിലെ കറികളും അത്യാവശ്യം എല്ലാ പണികളും ചെയ്തിട്ട് പോയാലും ചെറിയ ചെറിയ ജോലികളൊക്കെ ഒന്ന് ചെയ്യാനെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത്ര പാടാണ്. മക്കളൊക്കെ വെച്ചിട്ട് ഒന്ന് വലുതായിട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മക്കൾ എന്താ പറയണേ, അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അങ്ങനെയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് യോഗ ഇല്ലായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പവും കടലക്കറിയാണ്. അപ്പോൾ ഈ സമയത്ത് ബിനുവേട്ടൻ അപ്പം കഴിച്ചു കേട്ടോ. ഞാൻ ആ അപ്പം കഴിക്കലായിരിക്കുന്നു. ബിനുവേട്ടൻ കഴിച്ചു. എന്നിട്ട് ബിനുവേട്ടൻ എന്നാ പറയുക, തൊടുപുഴയ്ക്കോ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തൊടുപുഴയ്ക്കല്ല, അന്ന് എന്തോ കന്നാരക്കകത്ത് പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടുന്ന അപ്പവും കടലക്കറിയൊക്കെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതാ കട്ടൻ ചായയും അപ്പവും കടലക്കറിയും. അപ്പോൾ അതാ മീൻ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. മീൻ കറിയുടെ റെസിപ്പി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. നമ്മളെന്നും ചെയ്യണം മീൻ കറി തന്നെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് കറിവേപ്പിലയും അതെല്ലാം ഇട്ട് എണ്ണയ്ക്കകത്ത് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച് അത് വഴറ്റിയെടുത്ത് കഴിയുമ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് പച്ചപ്പണം മാറി കഴിയുമ്പം വെള്ളം ഒഴിച്ച് കുടംപുളി ഇട്ട് വേവിക്കാൻ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുക്കുവാണ്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ധ്യാനൂട്ടനാണെങ്കിൽ അവിടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ വീടൊക്കെ ഒന്ന് വേഗം ഒന്ന് അടിച്ച് വാരി പെറുക്കിയിട്ടു. ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പണികളൊന്നും നടക്കില്ല. അപ്പോൾ എല്ലാവരും ഉള്ളപ്പം അതിൻ്റേതായ രീതിക്കുള്ള വീഡിയോ പിടുത്തമൊക്കെ നടക്കുകയുള്ളൂല്ലോ. അപ്പോൾ വീടൊക്കെ ഒന്ന് ഫുള്ള് അടിച്ച് വാരി പെറുക്കി നീറ്റാക്കി ഇട്ടു കേട്ടോ. അന്നേരത്തേക്കും ബിനുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കന്നാരക്കകത്ത് ആൾക്കാരെ കൊണ്ട് വിട്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി പോകുമ്പോൾ മക്കളെയും കൊണ്ടുപോകുന്നുണ്ട്. മക്കൾ ഇവിടെ ഈ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ, ഇവിടെ നിന്ന് എപ്പോഴും ടിവിയുടെ മുമ്പിലിരിപ്പല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അവരെയും കൊണ്ടാണ് പോയത്. അപ്പോൾ അവരങ്ങനെ പോയി. ആ സമയത്ത് പിന്നെ ഞാൻ പോയി മീനിൻ്റെ കാര്യങ്ങൾ നോക്കുവാണ്. മീൻ അന്നത്തേക്കും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ക്യാരറ്റാണ് തോരൻ വെക്കുന്നത് കേട്ടോ. മീൻ കറി ഉള്ളപ്പം എന്താ പറയണേ, ക്യാരറ്റൊക്കെ തോരൻ വെച്ചാൽ എല്ലാവരും കൂട്ടിക്കോളും. ക്യാരറ്റ് അല്ലെങ്കിൽ അത്രയ്ക്ക് ബിനുവേട്ടന് അത്ര താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ. പിള്ളേർക്ക് എനിക്കൊക്കെ ഇഷ്ടമാണ് ക്യാരറ്റ് തോരൻ. ബിനുവേട്ടന് ഈ മധുരമുള്ള കറികളൊന്നും അത്ര താല്പര്യമില്ല. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അങ്ങനെയുള്ളതൊന്നും. ബിനുവേട്ടൻ ഈ കൂർക്കയോ അങ്ങനെയുള്ള കറികളൊക്കെയാണ് ബിനുവേട്ടന് ഇഷ്ടം. അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ എന്നാ പറയണേ, തൊലിയും കളഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് ചിരണ്ടി എടുക്കുവാണ്. അപ്പോൾ അതും അടുപ്പിൽ വെക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇൻഡസ് വാലിയുടെ നേരത്തെ പാത്രമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ പാത്രമാണ്. ഇൻഡസ് വാലിയുടെ പാത്രം കിട്ടണോണ്ട് നമുക്ക് അത്യാവശ്യം പാത്രങ്ങളായി അടുക്കളയിൽ. അപ്പോൾ അതാ അത് കഴിഞ്ഞ് ബിനുവേട്ടൻ മറ്റേ വന്നപ്പോൾ ഒരു പൈനാപ്പിൾ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ഒത്തിരി നാളായിരുന്നു കൊണ്ടുവന്നിട്ട്. അപ്പോൾ അവിടെ ഉള്ളവർ ആരാണ്ടൊക്കെ ഓടിച്ചുകൊണ്ട് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ പൈനാപ്പിളിൽ നിന്ന് എന്നാ പറയുക, വലിയ കൂടുമറ്റ കൊണ്ടുവന്നിട്ട് കൂടിനകത്തൊക്കെ പറിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് ആളാരെന്ന് ബിനുവേട്ടൻ കണ്ടുവെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടില്ല, ആളാരാന്ന് അറിഞ്ഞു. പക്ഷെ നമുക്ക് നേരെ കണ്ടെങ്കിലല്ലേ നമുക്ക് കൈയോടെ പിടിക്കാൻ പറ്റുള്ളൂ. എന്നായാലും ഈ പാവങ്ങളെ പറ്റിക്കണ ഇച്ചിരി കഷ്ടമാണ്. എന്തായാലും മുതലാളിമാരുടെയൊക്കെ പറ്റിക്കണമൊക്കെയല്ല കേട്ടോ. നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കുന്നോ നിങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണതാണ്. അന്നേരം ഇങ്ങനെ പറ്റിക്കാനും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ ചെയ്യൂലേ. അപ്പോൾ ഇതാ
കന്നാര അങ്ങനെ അത് വെട്ടിക്കൊടുത്തു. അപ്പോൾ ധ്യാനൂട്ടിന് എന്ത് കിട്ടിയാലും ആദ്യം കൊടുത്താൽ അവൻ തിന്നില്ല കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കടാ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തവൻ കഴിക്കണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിർബന്ധിച്ച് ഞാനൊരു കഷ്ണം വായിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ കഴിച്ചു കേട്ടോ. അച്ചുക്കൂട്ടിന് പിന്നെ എന്തായാലും അവന് ഇഷ്ടമാണ്. അപ്പോൾ ബിനുവേട്ടനും കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു കഷ്ണം എടുത്ത് തിന്നാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങളങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചോറുണ്ണാൻ എടുത്തു. അപ്പം മീൻ കറി, പപ്പടവും പിന്നെ ക്യാരറ്റ് തോരനൊക്കെ ആയിരുന്നു ഇന്നത്തെ കറി എന്ന് പറയാനായിട്ട്. അപ്പോൾ കുഞ്ഞൊരു വ്ളോഗായിരുന്നു. വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്